നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കുട്ടംകുളം സംരക്ഷണ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് J ചിറ്റിലപ്പള്ളി, KR ജോജോ, ബിന്ദു പ്രദീപ്, TV ലത, KS ധനേഷ്, KS തമ്പി, ലിജി രതീഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KR വിജയ, കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിദം, അഡ്വക്കേറ്റ് KG അജയകുമാർ, രാഘവൻ മുളങ്ങാടൻ, VC പ്രഭാകരൻ, ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് എന്നിവർ പങ്കെടുത്തു. കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യാ വൈഭവം സമാനതകളില്ലാത്ത വിധത്തിൽ ഇവിടെ സാധ്യമായി എന്നുള്ളത് നമുക്കേവർക്കും ഇന്നും വിസ്മയകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. ആ വാസ്തുവൈഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ചരിത്രകാരന്മാർക്കിടയിൽ ഉണ്ട്. ജൈന ബുദ്ധ മതങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ചുപോയ മഹിമയാർന്ന സാംസ്കാരിക പൈതൃകവും ഇരിങ്ങാലക്കുടയ്ക്കുണ്ട് എന്ന് VVK വാലത്തിനെ പോലുള്ള ദിഷണാശാലികൾ സ്ഥലചരിത്രവുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുട്ടംകുളത്തെ സംബന്ധിച്ചിടത്തോളം കുളം വാസ്തുവിദ്യ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിദഗ്ധനായിരുന്ന കുട്ടൻവാര്യർ ഉണ്ടാക്കിയതാണ് കുട്ടംകുളം. അങ്ങനെയാണ് അതിന് ആ പേര് വന്നത് എന്ന ഒരു വ്യാഖ്യാനം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലെ ചരിത്ര പ്രാധാന്യമുള്ള കുട്ടംകുളത്തിൻ്റെ നവീകരണം നടക്കുകയാണ്. കുട്ടംകുളം എന്ന് പറയുന്നത് കേവലം ഒരു കുളമല്ല, ഒരു പ്രദേശത്തിൻ്റെ ഒരു പരിമിതിക്കകത്ത് നിൽക്കുന്ന ഒരു വസ്തുവുമല്ല. കുട്ടംകുളം എന്നുള്ളത് നവോത്ഥാന സമരത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന പ്രദേശങ്ങളിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടംകുളത്തിൻ്റെ ചുറ്റുപാട് കൂടി നടക്കുവാൻ പാടില്ല അയിത്തജാതിക്കാർക്ക് എന്ന ശക്തമായ ഒരു നിലപാടും തീരുമാനവും ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നത്തെ രാജഭരണകാലത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവിടെ താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാൻ പാടില്ല എന്ന ബോർഡ് വെച്ചിരുന്നു. അങ്ങനെ നടക്കാനുള്ള വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നൊരു ഘട്ടത്തിൽ അതിനെതിരായി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അന്നത്തെ ആ ഭാഗത്ത് നവോത്ഥാന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വിവിധ സംഘടനകൾ SNDPയും പുലയമഹാസഭയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ചേർന്ന് നടത്തിയ വലിയ സമ്മേളനങ്ങളുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലെത്തി എന്യൂമറേഷൻ ഫോറം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഷിബു പോൾ എന്യൂമറേഷൻ ഫോറം കൈമാറി. ഡെപ്യൂട്ടി തഹസിൽദാർ KR രേഖ, ഇലക്ഷൻ ക്ലർക്ക് ആതിര, ടെക്നിക്കൽ അസിസ്റ്റന്റ് ലിൻസി മനവലശ്ശേരി, വില്ലേജ് ഓഫീസർ ബിന്ദു KS എന്നിവരും റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കൊപ്പം ഉണ്ടായിരുന്നു. ശുദ്ധമായാലേ നല്ലൊരു ഇലക്ഷൻ നടത്താൻ പറ്റും. അതിൽ ഒരുപാട് അപാകതകൾ എപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമ്മൾ എന്യൂമറേഷൻ ഫോം കൊടുത്ത് അതിൽ യഥാർത്ഥ ആൾക്കാരെ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സാറിനെ വന്ന് കണ്ട് നേരിട്ട് തരാൻ വേണ്ടി വന്നതാണ്. അല്ല, ഈ ഇപ്പം BLO വരും, ബൂത്ത് ലെവൽ ഓഫീസർ വരും. അദ്ദേഹം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയും. അതിനനുസരിച്ച് ഇവിടെ ഇത് പുതുതായിട്ട്
മാള കുരുവലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 2,97,82,500 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിരുന്ന മാള വടമ കാവനാട് സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ 41 വയസ്സുള്ള ഡോജോ ഡേവിസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ക്രൈം ബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2011 മുതൽ 2019 വരെയുള്ള കാലയളവിൽ ബാങ്ക് പ്രസിഡന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റൊരു ജൂനിയർ ക്ലർക്ക്, ഡോജോ ഡേവിസ് എന്നിവർ ചേർന്ന് സ്ഥാപനത്തിലെ അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ലോൺ പാസാക്കിയെടുത്താണ് തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ മാള പോലീസ് എടുത്ത കേസാണ് തൃശൂർ റൂറൽ ജില്ലാ ക്രൈം ബ്രാഞ്ചിന് കൈമാറിയത്. കേസിലെ പ്രതിയായ ഡോജോ ഡേവിസിനെ പിടികൂടുന്നതിനായി റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത്. റൂറൽ ക്രൈം ബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കൃഷ്ണകുമാർ, മാള പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സജിൻ ശശി, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ സബ് ഇൻസ്പെക്ടർ ബെനഡിക്ട് PM, SI രാജേഷ് TR, ASIമാരായ റാഫി, ഷിൽജ, ഷനിത, രാജീവ് എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ രണ്ടാമത്തെ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കരുവന്നൂർ ബംഗ്ലാവിലുള്ള സുവർണ ജൂബിലി മന്ദിരത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, CC ഷിബിൻ, അംബിക പള്ളിപ്പുറത്ത്, ജെയ്സൺ പാറേക്കാടൻ, അഡ്വക്കേറ്റ് ജിഷ ജോബി, മുനിസിപ്പൽ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്തു. മുനിസിപ്പൽ കൗൺസിലർ അൽഫോൻസ തോമസ് സ്വാഗതവും ഡോക്ടർ ദേവിക നന്ദിയും പറഞ്ഞു. വെൽനസ് സെൻ്ററാണ് നമുക്ക് പാസ്സാക്കി കിട്ടിയത്. ഒന്ന് കുരുമ്പശ്ശേരിയിലും നമ്മുടെ ടൗൺ മേഖലയിലൊന്നും, അതുപോലെ പൊർത്തുശ്ശേരി മേഖലയിലും ഒന്നുമാണ്. അതായത് നമുക്ക് മാടായിക്കോണത്തേക്കായിരുന്നു അന്ന് നമ്മൾ പല രീതിയിലും നോക്കി. നമുക്ക് അവിടെ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഫൈനൽ നമ്മൾ അന്വേഷിച്ചത്. നമ്മുടേതായ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെയാണ് നമ്മുടെ ബംഗ്ലാവിൽ ഈ സ്ഥലത്ത് നമുക്ക് ഈ വെൽനസ് സെൻറ്റർ സ്ഥാപിക്കാൻ ഇട ലഭിച്ചതും അത് വളരെ നല്ല രീതിയിൽ നമ്മുടെ കോൺട്രാക്ടറായ ശ്രീ ഡെന്നി നല്ല രീതിയിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ സമയക്രമങ്ങൾ ഡോക്ടർ ആഷ്ലിൻ എന്ന ഡോക്ടറും അതിനോടനുബന്ധിച്ച് 2 നഴ്സുമാർ, ഫാർമസിസ്റ്റ്, അങ്ങനെ അവരോടനുബന്ധിച്ചുള്ള എല്ലാ ജീവനക്കാരും ഇവിടെ ഉണ്ടാകും. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച OPIP ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം നവംബർ 6-ന് നാടിന് സമർപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 6-ന് വൈകിട്ട് 4-ന് ആശുപത്രി പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപയും നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 കോടി രൂപയും അനുവദിച്ച് 2 ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച OPIP ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടമാണ് ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുള്ളത്. ബേസ്മെന്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, 1 മുതൽ 4 വരെയുള്ള നിലകൾ എന്നിങ്ങനെ 6 നിലകളിലായാണ് കെട്ടിടം പൂർത്തീകരിച്ചിട്ടുള്ളത്. ബേസ്മെന്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗവും ഗ്രൗണ്ട് ഫ്ലോറിൽ OP, ഫാർമസി, ലബോറട്ടറി എന്നീ വിഭാഗങ്ങളും 1-ാം നിലയിൽ വാർഡുകളുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 2-ാം ഘട്ടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 2-ാം നിലയിലും ICU, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് എന്നിവ 3-ാം നിലയിലുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 4-ാം നിലയിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കേന്ദ്രീകൃത ലാബിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളായ കാർഡിയോളജി, ന്യൂറോളജി വിഭാഗങ്ങൾക്കുള്ള സൗകര്യവും പുതിയ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റ്, ഫയർ ഉൾപ്പെടെയുള്ള സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളോടെയാണ് കെട്ടിടം പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുടയുടെയും സമീപ പ്രദേശങ്ങളുടെയും ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച മേഖലയിൽ ഒരു സുവർണ അധ്യായം രചിച്ചുകൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള പ്രധാന കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. OPIP ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ ചേരുന്ന
കെട്ടിടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്. 2025 നവംബർ 6 ആ കെട്ടിടം നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. വൈകിട്ട് 4 മണിക്ക് ആശുപത്രി പരിസരത്ത് ചേരുന്ന ജനകീയ ആഘോഷ പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഇരിങ്ങാലക്കുട MLAയുമായ എൻ്റെ അധ്യക്ഷതയിൽ ആരോഗ്യം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം വകുപ്പുകളുടെ മന്ത്രിയായിട്ടുള്ള ശ്രീമതി വീണ ജോർജ് പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. വീട്ടിലെ ലൈബ്രറി പ്രഥമ കവിതാ പുരസ്കാര സമർപ്പണ ചടങ്ങ് കാറളത്തെ വീട്ടിലെ ലൈബ്രറി അങ്കണത്തിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വായനക്കാരെയും എഴുത്തുകാരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുകയും അവരെ അംഗീകരിക്കുകയും സർഗാത്മകമായ പ്രോത്സാഹനം നൽകി സ്നേഹത്തിന്റെ ഭാഷയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന വീട്ടിലെ ലൈബ്രറി വിശുദ്ധ സമ്പന്നമായ ഒരു ഗ്രാമത്തിന്റെ മാതൃകയാണെന്ന് റഫീഖ് അഹമ്മദ് ചൂണ്ടിക്കാട്ടി. റഷീദ് കാറളം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ഷഹന PR, വൈഗ K സജീവ്, രാധാകൃഷ്ണൻ വെട്ടത്ത്, MA ഉല്ലാസ് എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ നാസർ ഇബ്രാഹിമിനാണ് വീട്ടിലെ ലൈബ്രറി കവിതാ പുരസ്കാരം ലഭിച്ചത്. 9 പേർ പ്രത്യേക ജൂറി പുരസ്കാരത്തിന് അർഹരായി. അപ്പോൾ ഞാനിത് ഈ പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ പോലും പഴയ പോലെ അത്ര തീവ്രമായിട്ടുള്ള വായന ഇപ്പോൾ സാധിക്കുന്നില്ല. ഇല്ലെങ്കിൽ പോലും ഈ പുസ്തകങ്ങളുടെ ഇടയിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനവും ഒരു സുരക്ഷിതത്വബോധവും വേറെ എവിടെയും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പുസ്തകങ്ങളൊക്കെ നിരത്തി വെച്ച് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വീട്ടിലെ വായനശാല എന്നുള്ള സങ്കല്പം, വീട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, പുതിയ കാലത്തെ വീടുകളും പഴയ കാലത്തെ വീടുകളും നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതായത് വീട് എന്ന് പറയുമ്പോൾ ഒരു എല്ലാ കാലത്തും പിന്നെ തീരെ സൗകര്യമില്ലാത്ത ആളുകളുടെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറ്റപ്പുരകൾ അല്ലെങ്കിൽ ചാളപ്പുരകൾ അല്ലെങ്കിൽ വെറും കൂരകളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം സൗകര്യമുള്ള ആളുകളൊക്കെ പണ്ട് വീടുണ്ടാക്കുന്നത് ഒരു പൂമുഖത്തോട് കൂടിയിട്ടായിരിക്കും. ഒരു പൂമുഖം ഉണ്ടാവും. അതിങ്ങനെ നമ്മളെ ഇങ്ങോട്ട് അകത്തേക്ക് ക്ഷണിക്കുന്ന തരത്തിലുള്ള ഒരു രൂപം തന്നെയാണ്. അതിൻ്റെ വാസ്തുപരമായിട്ട് തന്നെ രൂപം അങ്ങനെയായിരിക്കും, ഒരു പൂമുഖം. അപ്പോൾ വീടും വായനശാലയും കൂടി ഒന്നിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പം അതീവ അഭിനന്ദനീയമായിട്ടുള്ള ഒന്നാണ്. വായനയുടെ വിഷയങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് കൂടെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 50 വർഷം മുമ്പേ മുതൽ പറയാൻ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് വായന മരിച്ചു എന്നുള്ളത്. കവിത അതിനേക്കാൾ മുമ്പേ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വായനയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് പഴയ കാലത്തേക്കാളും കൂടുതൽ വായന. മധുരം ജീവിതം ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ സാഹിത്യ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ ഡോക്ടർ കേസരി ആമുഖ പ്രഭാഷണം നടത്തി. ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ, അഡീഷണൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് TS സിനോജ്, BPC സത്യപാലൻ KR എന്നിവർ പ്രസംഗിച്ചു. കഥ, കവിത, പ്രസംഗം, ചിത്രരചന എന്നീ ഇനങ്ങളിലായാണ് മത്സരം നടന്നത്. ലഹരി വിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആധാരമാക്കി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് ജേതാക്കളായ കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്ന ചടങ്ങാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മധുരം ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുകയും മയക്കുമരുന്നിനും മദ്യത്തിനും അഡിക്റ്റ് ആകാതെ സകർമ്മകവും സർഗാത്മകവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് സമപ്രായക്കാരെയും സഹപാഠികളെയും ഒരുക്കുക എന്ന നേതൃത്വപരമായ കടമ നിർവഹിക്കാൻ ഈ ഹോളിനകത്തുള്ള വിദ്യാർത്ഥികളെയും ഇക്കാര്യത്തിൽ തൽപരരായ മറ്റു വിദ്യാർത്ഥികളെയും എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഉദ്ദേശമാണ്. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം മുകുന്ദപുരം കുടുംബമിത്ര സംഗമം സംസ്ഥാന പ്രസിഡന്റ് അജിത് കർത്ത ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ചന്ദ്രൻ കളരിപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി വേണുഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി PS രഘുനാഥ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഇരിങ്ങാലക്കുട ജില്ലാ കാര്യവാഹക് EP ഉണ്ണി, BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, BVV ജില്ലാ പ്രസിഡന്റ് ജീവൻ നാലുമാക്കൽ, ഭാസി കടവിൽ, NG സേതു മാധവൻ എന്നിവർ പ്രസംഗിച്ചു.
ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്ന് പറഞ്ഞാൽ പരിവാർ സംഘടനയാണ്. ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ടതാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം. പക്ഷെ മുകുന്ദപുരത്ത് ഈ കണ്ട കാഴ്ച സംസ്ഥാനത്തിൽ ഒരിടത്തും ഇതുവരെയായിട്ടും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഈ ചടങ്ങിൽ ഇതിൽ നല്ല പ്രധാനപ്പെട്ട നമ്മുടെ മാക്സിമം പങ്കെടുപ്പിക്കാവുന്ന തരത്തിലുള്ള, നമുക്ക് പരിവാർ എന്ന് പറയുന്നത് 56 പരിവാറുകളുണ്ട് എന്നുണ്ടെങ്കിലും പ്രധാനമായ പരിവാറുകളിലെല്ലാം DMS, സേവാഭാരതി, വിശ്വ പരിഷത്ത്, BJP ഇതെല്ലാവരും നമ്മൾ ഒരേ വേദിയിൽ അണിനിരത്തിക്കൊണ്ട് ഈ ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളൊരു അഭിമാനകരമായ കാര്യമാണ്. ഈ ചടങ്ങിന് എപ്പോഴും നമ്മളുടെ ഇന്നത്തെ ഈ ചടങ്ങിന് അതുപോലെ തന്നെ കാലങ്ങൾക്കനുസരിച്ചിട്ടൊരു പ്രശസ്തിയുണ്ട്. ഒരേ വേദിയിൽ ഇത്തരം കൂട്ടായ്മയായിട്ട് നമുക്ക് ഇത് ചടങ്ങ് നടത്താൻ സാധിച്ചത് അത് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ഏക മനസ്സും ഏക ലക്ഷ്യവുമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ. ആരെക്കെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ചുമതല കൊടുക്കുക എന്ന് പറഞ്ഞാലും ഒരു ചുമതലയ്ക്ക് വിളിക്കുക എന്ന് പറഞ്ഞാലും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം ഈഗോ വളർന്നു വന്ന ഒരു കാലഘട്ടമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.